ഇന്നത്തെ കുടുംബശ്രീ ശാരദ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം വന്നിരിക്കുകയാണ്. ശാലിനി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഈ കളിയിൽ ശാലിനി നേരിട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ശാരദാമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. മധുശ്രീയുടെ ഫോട്ടോയും കൈ വെച്ചുകൊണ്ട് നമ്മുടെ ശാലിനി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അകന്ന് നിൽക്കുന്നെങ്കിലുമേ എനിക്കാകെയുള്ളൊരു സ്വത്താടി എൻ്റെ വിഷ്ണുവേട്ടൻ. ആ സ്വത്തിനെ നിന്നെപ്പോലത്തെ ചെളിക്കുണ്ടിലിട്ട് തരാൻ ഞാൻ ഒരിക്കലും തയ്യാറാവത്തില്ലടി. നീ എന്താ വിചാരിച്ചത്? നിന്റെ 6 വർഷത്തെ പകയെ എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കി തീർക്കാമെന്ന് വിചാരിച്ചോ? അതിനൊരിക്കലും ശാലിനി വിട്ടുതരത്തില്ല. അപ്പോൾ കളിയിൽ ഇനി മധുശ്രീ വേഴ്സസ് ശാലിനിയാണ്. നമുക്ക് ഈ കളി ഒരുമിച്ച് അങ്ങ് കളിച്ച് നോക്കാം ആരാ ജയിക്കുന്നതെന്ന് പറയുന്ന കേട്ടത് ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തിരിക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിഷ്ണു ശാലിനിയുടെ കൊലുസ് വെച്ചിട്ട് വിഷ്ണു ആലോചിക്കുന്നു, ശാലിനി വിഷ്ണുവിൻ്റെ മാല വെച്ച് ആലോചിക്കുന്നു. ശ്യാമ വിളിച്ച് നാളെ പെണ്ണ് കാണലാണ് 10:00-ക്കും 11:00-നും എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ശാലിനി എത്ര ബോൾഡാന്ന് പറഞ്ഞാലും ആ ബോൾഡ്നെസ് എല്ലാം മാറി ഒരു നിമിഷം ശാലിനി സാധാരണ രീതിയിൽ വിഷ്ണുവിൻ്റെ വെറും ഭാര്യ, വിഷ്ണുവിൻ്റെ ഒരു പെണ്ണ് മാത്രമായി ശാലിനി മാറുവാണ്. അങ്ങനെ ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പെണ്ണെ കാണത്തുള്ളൂ, അത് ഈ ശാലിനിയായിരിക്കും, മറ്റാരും കാണത്തില്ലെന്ന് പറയുന്നു. ശാലിനിക്കാണെങ്കിൽ അവിടെ വിഷ്ണുവിന് പെണ്ണ് കാണൽ നാളെയാന്ന് പറയുമ്പോൾ തന്നെ ശാലിനിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരങ്ങ് പൊടിയുവാണ്. അങ്ങനെ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാത്രമേ ശാലിനി ബാക്കി ശ്യാമ പറയുന്ന പോലും കേൾക്കാൻ ധൈര്യം പോലും ഏറ്റെടുക്കുന്നുള്ളൂ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി എന്താണ് വികാരം, അതുപോലെ തന്നെ വാശി എല്ലാം കൂടെ കലർന്നൊരു എപ്പിസോഡാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സത്യമോളുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന ശാലിനിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മധുശ്രീയും ശാലിനിയും നേർക്കുനേർ നോക്കുവാണല്ലോ. ഉണ്ടേ 6 വർഷത്തിന് ശേഷം നിന്നെ കണ്ടപ്പം നീ പറഞ്ഞെന്നോ, ഞാൻ ആരാന്ന് മനസ്സിലായപ്പം ഞാൻ വിഷ്ണു ശാലിനി IAS ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്. മധുശ്രീ ഒന്ന് വിറയ്ക്കുവാണ്. കാരണം വീണ്ടും ശാലിനിയെ കണ്ടുമുട്ടേണ്ട വന്നല്ലോ എന്ന്. അപ്പോൾ മാഡത്തിന് ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്താൽ മാഡത്തിൻ്റെ ലൈസൻസും കട്ട് ചെയ്ത് മാഡത്തിന് എന്താണ് ഒരു വാറൻറ്റ് മേടിച്ച് അങ്ങ് കൊടുത്തരാം. അതുപോലെ തന്നെ അങ്ങനെയൊന്നും വിടേണ്ട, മാഡത്തിൻ്റെ ഒരു നല്ല ഒരു എന്താണ് ബോധവൽക്കരണ ക്ലാസ്സും കൂടെ കൊടുക്കണം. കാരണം മാഡത്തിന് പ്രായം ഇത്രയായിട്ട് മാഡത്തിന് അല്പം പോലും ബോധം ഇതുവരെ തലയ്ക്ക് വന്ന് വീണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വകുപ്പുകൾ പറയുന്നത്. അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, റാഷ് ഡ്രൈവിംഗ്, മാൻ ഹാൻഡ്ലിംഗ്, അതുപോലെ പബ്ലിക് ന്യൂസൻസ്, അങ്ങനെ ഇഷ്ടംപോലെ ശാലിനി തോന്നിയ എല്ലാ കാര്യങ്ങളും എന്താണ് അടിച്ചേൽപ്പിച്ച് ഇതിന് തന്നെ കേസ് എടുക്കണമെന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ട് പോലീസുകാർ എന്താണ് ഓക്കെ മാഡം എന്ന് പറയുവാണ്. ശാലിനിയോട് നേരിട്ട് കാണുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, നീ 6 വർഷത്തിന് മുമ്പ് എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളിനി കാണുമ്പോൾ നീ എന്നെ എന്തൊക്കെയൊക്കെ കാണിച്ചു തരുന്നത്, പക്ഷെ നീ ഇപ്പം വളരെ വട്ടപൂജ എന്നല്ലോടി, പണ്ടത്തിനേക്കാൾ വലിയ ബിഗ് സീറോ ആയിരിക്കും എന്ന് പറയും. മധുശ്രീ നാണംകേട് കൊണ്ട് എന്താണ് ശാലിനിയുടെ നേർക്കുനേർ നോക്കാൻ പറ്റില്ല. തിരിച്ചെന്താണ് കാറിൽ ശാലിനി കയറി പോകുമ്പോഴത്തേക്കും ഡ്രൈവർ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ അതൊരു അത്ര വലിയ പ്രായമൊന്നുമില്ല, ഈ ചെറുപ്പത്തിൻ്റെ ആവത്തില്ലേ, അപ്പം ഒരു കുടിച്ചിട്ട് വന്നതാണ്, റോഡായതൊക്കെ സ്വാഭാവികമല്ലേ, അപ്പം പിന്നെ അത് നമുക്ക് വിട്ട് കളഞ്ഞുകൂടായിരുന്നോ, നാളെ കൊച്ചിൻ്റെ ഭാവി കേസും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും വലിയ കേസൊക്കെ ആ കൊച്ചിൻ്റെ ഭാവി പോത്തില്ലേ മോളെന്ന് പറയുമ്പോഴത്തേക്കും രാമേട്ടാ കടിക്കാൻ വരുന്ന പാമ്പിനോട് വേദം പറഞ്ഞിട്ട് അതിനെ ഉപദേശിച്ച കാര്യമുണ്ടോ? ഇല്ല, അത് കൂടുതൽ കൊത്താൻ നിൽക്കത്തുള്ളൂ. അതിൻ്റെ പകരം അതിനെ കാണുന്നിടത്തൊക്കെ വെച്ച് തലപ്പത്തിക്കിട്ട് അടി കൊടുക്കണം എന്ന് പറയുമ്പോൾ, കാരണം അവൾ അങ്ങനത്തെ ഒരു മൂർഖനാണ്, അതിൻ്റെ ജനസ് അങ്ങനത്തെ ഒരു രീതി ആയതുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റുള്ളൂ പറയുമ്പോൾ രാമേട്ടനും ഒരുവിധം മനസ്സിലാവുന്നുണ്ട്. കാരണം ശാലിനി മോക്ക് ഇവളെ പരിചയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിനകത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇത് കേട്ട് ശരിയെന്ന് തലവയ്ക്കുവാണ് നമ്മുടെ അനുപല്ലവിയും കൂടെ. അങ്ങനെ ശാലിനി ഇവളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവളെ ഡ്രഗും ഇവളെ എന്താണ് ഡ്രഗ് അടിച്ച് നല്ല പൂസായിരിക്കുന്ന നിമിഷങ്ങളും എല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സുസ്മിത എന്താണ് അപ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങി പോലീസുകാർ എന്താണ് ഇവളെ അറസ്റ്റ് ചെയ്യാൻ മാഡം ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഡോ എന്ന് പറഞ്ഞ് സുസ്മിത പുറത്തിറങ്ങുമ്പോഴത്തേക്കും സുസ്മിത മേയറല്ലേ, ഓ മേയർ മാഡം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞാൻ ഈ മധുശ്രീനെ കൊണ്ട് എന്താണ് മിനിസ്റ്ററെ കാണാൻ വേണ്ടി മിനിസ്റ്ററുടെ മീറ്റിങ്ങിന് പോകാൻ നിൽക്കുവാണ്, മിനിസ്റ്ററുടെ മീറ്റിങ്ങിനെ മധുശ്രീയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഈ മധുശ്രീ ആരാണ് തൻ്റെ വിചാരം, മധുശ്രീ അത് മാഡം കളക്ടറിൻ്റെ കാരണം എന്താണ് അവർ കുടിച്ചിട്ട് വന്ന് ഇങ്ങനെ റാഷ് ഡ്രൈവിംഗ് ചെയ്ത് അതുപോലെ കളക്ടറിൻ്റെ ഡ്രൈവറിനെ വരെ അവരെന്താണ് കയ്യേറ്റം ചെയ്തിരിക്കുവാണ്, അപ്പോൾ മാഡം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എടോ ഇതൊന്നും താൻ വിശദീകരിക്കണം, ഞാൻ ഈ കാർ ഇരുന്നല്ലേ, ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് കണ്ടതല്ലേ, ഇനി അത് വിശദീകരിച്ച് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല, തൻ്റെ പേരെന്തോന്ന് പറഞ്ഞാൽ ഇപ്പം മിനിസ്റ്ററിനെ കാണാനായിട്ട് താൻ അസൗകര്യം പ്രകടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ മിനിസ്റ്ററോട് വിളിച്ച് പറയാം, അയ്യോ മാഡം വേണ്ട മാഡം അതൊന്നും വേണ്ട മാഡം മിനിസ്റ്ററോട് തന്നെ പേര് പറയല്ലേ, എടോ ഈ മധുശ്രീ എന്ന് പറയുന്നതേ സൊസൈറ്റിയിലെ ഉന്നതങ്ങളിലുള്ള ഒരു കുട്ടിയാണ്, അത് തനിക്കറിയാലോ, ഈ ബിസിനസ്സുകാരനായ ശിവൻകുട്ടിയുടെ മോളാണ് മധുശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പാർട്ടിക്ക് പോയിരിക്കും 2 കുടിച്ച്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആരാടോ ഡ്രിങ്ക്സ് കഴിക്കാതെ താൻ കഴിക്കാറില്ല, അത് മാഡം ഞാൻ ഡ്രൈവ് ചെയ്യും, തന്നോട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചത് പറയുന്നത് കേട്ടാൽ മതി, മധുശ്രീനെ അറസ്റ്റ് ചെയ്യേണ്ട പറയുന്ന മേയറാന്ന് പറയുമ്പോഴത്തേക്ക് ഓ മാഡം പറഞ്ഞാൽ ശരി, മാഡം മിനിസ്റ്ററോടിൻ്റെ പേരൊന്നും പറഞ്ഞേക്കില്ലെന്ന് വെച്ചിട്ട് നേരെ എന്താണ് ആ പോലീസുകാരൻ എന്താണ് നേരെ അങ്ങ് ജീപ്പ് എടുത്ത് പോവുകയാണ്. മധുശ്രീ എന്താണ് സുസ്മിത നിൽക്കുമോ, മധുശ്രീയെ നോക്കി സുസ്മിത നീ എന്തോ പറഞ്ഞല്ലോ, നീ എല്ലാം ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ മധുശ്രീ, ഇപ്പം വേണ്ട ഒരു ജില്ലാ കളക്ടർ കണ്ടപ്പോഴത്തേക്കും മുട്ടി വരച്ച് നിൽക്കുകയാണല്ലോ. ഉടനെ മധുശ്രീ പറയേ, ഇടി ജില്ലാ കളക്ടർ അല്ല ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും എനിക്ക് ഒരു വെറുപ്പുമില്ല, പക്ഷേ ഈ നിൽക്കുന്നത് വ്യക്തി ശാലിനി ആകുമ്പോഴത്തേക്കും മധുശ്രീക്ക് പകയ്ക്കും എന്ന് പറയുമ്പോഴത്തേക്കും സുസ്മിത നെട്ടോ ശാലിനിയുടെ പേര് ഇവർക്ക് എങ്ങനെ അറിയാം,
അപ്പം നിനക്ക് നേരത്തെ അറിയോ? ഞാൻ പറഞ്ഞില്ലേടി എൻ്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ച ഒരുത്തിയുടെ കാര്യം. അതാണ് ഇവള്. 6 വർഷത്തിൻ്റെ മുന്നേ ഉള്ള പകയാണ്. അപ്പം എന്താണ്, ഇവളെ കാരണമാണ് എനിക്ക് എന്താണ് സിവിൽ സർവീസ് വേണ്ടാന്ന് വെക്കേണ്ട വന്ന കാര്യം പോലും എന്ന് പറയുമ്പോഴത്തേക്കും സുസ്മിത ഞെട്ടിക്കോ. ഇതാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഓരോരോ കളിയെ. ലൈഫ് ഒരു ചെറിയൊരു സർക്കിളെന്ന് പറയുന്നത് എന്ത് ശരിയാണ്. അങ്ങനെ വന്ന് നിന്ന് ഒരേ സ്ഥലത്ത് തന്നെ ആവുമെന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ശാലിനെക്കുറിച്ച് മറ്റൊരു കാര്യം അറിയാൻ ചോദിക്കുമ്പോൾ എനിക്കറിയാത്ത എന്ത് കാര്യമാണ് സുസ്മിത നിനക്ക് ശാലിനെക്കുറിച്ച് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും നിനക്കറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. നിന്നെ ഇപ്പം പെണ്ണ് കാണാൻ പോകുന്നില്ലേ വിഷ്ണു, സത്യഭാമയുടെ മകൻ വിഷ്ണു. ആ വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യയാണ് ശാലിനി വിഷ്ണു IAS. അപ്പം പറയുമ്പോഴത്തേക്ക് ശാലിനിയോ വിഷ്ണുവിൻ്റെ ഭാര്യയോ? എന്നാ സുസ്മിത നീ ഒരു കാര്യം കേട്ടോ, ഇത്രയും നാൾ ഈ കല്യാണം നടക്കേണ്ടത് തൻ്റെ ആവശ്യമായിരുന്നു. ഇനി ഈ നിമിഷം തൊട്ട് ഈ കല്യാണം നടത്തുമെന്ന് പറയുന്നത് വിഷ്ണുവിന് സ്വന്തമാക്കെന്ന് പറയുന്നത് ഇത് നിൻ്റെ ആവശ്യമല്ല, ഇതിനി മധുശ്രീയുടെ കളിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇത് മധുശ്രീയുടെ ആവശ്യമാണ്. ഈ കല്യാണം ഉറപ്പായിട്ട് നടത്തിയിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് അടിപൊളി, നിനക്ക് എന്തായാലും പകരം വീട്ടാൻ നല്ല ചാൻസ് ആണല്ലോ വീണ് കിട്ടിയെന്ന് സുസ്മിത പറയുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എന്താണ് അവർ പക വീട്ടലിൻ്റെയും എല്ലാം പ്രതിജ്ഞ എല്ലാം എടുത്തിരിക്കുവാണ്. സുസ്മിതയും മധുശ്രീയിൽ നിന്ന് സ്റ്റക്കായിട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്താണ് ശാലിനിയുടെ വീട്ടിൽ ശാലിനി എത്തിക്കഴിഞ്ഞ്. അപ്പോൾ ശാലിനി എന്താണ് ഇങ്ങനെ ചേർന്നത്തിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ കൊണ്ടുവന്ന് ഫോട്ടോ കൊടുക്കുവാണ്. ഫോട്ടോ കൊടുക്കുന്ന ആരാന്നറിയോ? ഇതാണ് എന്താണ് പപ്പിയുടെ വലിയച്ഛന് വേണ്ടി നോക്കിയിരിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മധുശ്രീയുടെ ഫോട്ടോ തന്നെയും പിന്നെയും കൈ വെച്ച് നോക്കിയിട്ട് മധുശ്രീയെക്കുറിച്ച് വീണ്ടും ശാലിനി ആലോചിക്കുവാണ്. മധുശ്രീ കള്ളു കുടിക്കുന്നതും കഞ്ചാവ് അടിക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവളെ ആണോ എന്താണ് വിഷ്ണു അച്ഛന് വേണ്ടി ആലോചിക്കുന്നത്? വിഷ്ണു അച്ഛനോ? ഇതൊക്കെ കേട്ടോ നമ്മുടെ ശാരദാമ്മ നിപ്പോണ്ടേ. അപ്പം വിഷ്ണു അച്ഛനോ? അപ്പം അങ്ങനെ ചോദിച്ചു കൊടു മക്കളെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അമ്മേ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പിമോൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്. ആദ്യം വിഷ്ണു ഏട്ടൻ എന്ന് പറയും. വിഷ്ണു ഏട്ടൻ അതെങ്ങനെ അമ്മേ? പപ്പിയുടെ വലിയച്ഛൻ അമ്മയ്ക്ക് വിഷ്ണു ഏട്ടനാവുന്നത്? ഓ മോളെ എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാ, ഇതിനകത്ത് വിളിയിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? പിന്നെ പറയുമ്പോഴത്തേക്ക് അപ്പം വിഷ്ണു അച്ഛനെ വേണ്ടി ആലോചിക്കുന്ന പെണ്ണ് ഇതാന്ന് പറയുമ്പോൾ വിഷ്ണു അച്ഛനോ? പപ്പിയുടെ വലിയച്ഛൻ എങ്ങനെയാ അമ്മയ്ക്ക് വിഷ്ണു അച്ഛനാകുന്നത്? ഓ മോളെ എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ, പപ്പി എന്നാലും അവളെ വിഷ്ണു അച്ഛൻ എന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങ് ആ പേരങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ. ഇപ്പം പേരിനകത്തൊക്കെയാണ് വലിയ കാര്യം ഇരിക്കുന്നത് പറയുമ്പോഴത്തേക്കും നീ എന്നെ അമ്മ ഇങ്ങനെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കില്ലേ, അമ്മയ്ക്ക് മടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും ശാരദ അമ്മയ്ക്ക് ചിരി വരുമോ. മോളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ട വരുന്നല്ലോ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശാരദ പറയാണ് പണ്ടത്തെ പോലെ തോന്നുന്ന എല്ലാം ഒന്നും വിളിക്കാൻ പറ്റില്ല, പുതിയ അവകാശികളാണ് വരുന്നത്, അവകാശിയുടെ ഫോട്ടോ ആണ് കൈ ഇരിക്കുന്ന പുതിയ അവകാശി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ശാലിനി അങ്ങ് ദേഷ്യപ്പെട്ട് നോക്കി അമ്മേ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഈ ഫോട്ടോ അങ്ങ് നോക്കി ശാലിനി എന്താണ് ഫോട്ടോ നോക്കി ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുന്നത് അമ്മേ ഇതൊരു ബാഡ് ഗേളാ, അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശാരദാമ്മ ഞെട്ടിയിരിക്കുക ബാഡ് ഗേൾ എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം അമ്മേ ഇവരാണെങ്കിൽ കള്ളു കുടിക്കും സിഗരറ്റ് വലിക്കും ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾ കണ്ടെന്നോ, നിങ്ങൾ എങ്ങനെ കണ്ട് ചോദിക്കുമ്പോഴത്തേക്കും അന്ന് എന്താണ് ബ്രോക്കർ വന്നതും ബ്രോക്കറിൻ്റെ പിറകെ ഇവർ ഒളിച്ചു നിന്നതും അതിനുശേഷം ഈ ഫോട്ടോയും കൊണ്ട് എന്താണ് നേരെ സുസ്മിതയുടെ കാറിൻ്റെ അടുത്ത് പോയതും സുസ്മിതയും ബ്രോക്കറും തമ്മിൽ സംസാരിച്ചതും സുസ്മിതയുടെ കാറിൽ ഒളിച്ചു കയറിയിരുന്നതും തിരിച്ചിറങ്ങുമ്പോൾ സുസ്മിതയും ഇവളും കൂടെ എന്താണ് കള്ളു കുടിച്ച് സംസാരം നടന്നതും ഇതെല്ലാ കാര്യം പറയുമ്പോഴത്തേക്കും എന്താണ് അപ്പോഴത്തേക്കും പറയാം ഈ കല്യാണം എന്തായാലും നടക്കത്തില്ല. അതെങ്ങനെ അമ്മ ഈ കല്യാണം നടക്കാതിരിക്കും? പപ്പിയുടെ വല്യമ്മ അച്ഛമ്മയാണെങ്കിൽ ഈ കല്യാണം നടത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക, പിന്നെ എങ്ങനെ കല്യാണം മുടങ്ങുന്നത്? ഈ കല്യാണം മുടങ്ങിയിരിക്കും. അത് നീയല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ആ ചേച്ചി കുടിച്ചതും കള്ളു കുടിച്ചതും എല്ലാം ബാഡ് ഗേൾ ആണെന്നുള്ളത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ എന്താണ് പിന്നെ പപ്പിയുടെ വല്യമ്മ അതായത് അച്ഛമ്മയ്ക്ക് എന്താണ് ആ പെണ്ണിനെ കൊണ്ട് എന്താണ് പപ്പിയുടെ വലിയച്ഛനെ കല്യാണം കഴിപ്പിക്കുമോ? ശരി അങ്ങനെ കല്യാണം മുടങ്ങുന്നല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഈ ശാരദാമ്മ ഞെട്ടി നിൽക്കണം. അപ്പോഴത്തേക്ക് എന്നാ മോള് അകത്ത് പോയോ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സത്യമോൾ അകത്ത് പോകും. സത്യമോൾ അകത്ത് പോകുമ്പോൾ ഈ ഫോട്ടോ വെച്ച് ശാലിനി അതിൽ തന്നെ നോക്കിയിരിക്കുന്ന കാണുമ്പം ശാരദാമ്മ അവിടെ കസര വന്നിട്ടുണ്ട്. മോളെ നീ നോക്കുന്ന കണ്ടാൽ നിനക്ക് ഇവിടെ പരിചയമുണ്ടെന്ന് തോന്നുമല്ലോ. ഇപ്പോൾ ഒന്ന് എന്താണ് ഒന്നും കൂടെ ഒന്ന് പരിചയം പുതുക്കിയിട്ട് വന്നതേ ഉള്ളൂ, ഇപ്പം മുഖാമുഖം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് പക്ഷേ പരിചയം ഇപ്പോഴത്തേക്കൊന്നുമല്ല, പരിചയം 6 വർഷത്തിന് മുന്നേ ഉള്ള പരിചയം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നിനക്ക് ഇവളെ നേരത്തെ അറിയാം. പിന്നെ ഇവൾ അറിയാതിരിക്കും, അവളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡിൻ്റെ പിറത്തിനകത്തുള്ള വ്യക്തിയല്ലേ ഞാൻ. ജനങ്ങളുടെ എന്താണ് പൊതുജനങ്ങളുടെ നീതിപ്പണവും എല്ലാം കൂടെ എടുത്താണ് സർക്കാർ എന്താണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ എന്താണ് മസൂരി കൊണ്ടുവന്ന് ട്രെയിനിങ്ങിന് വേണ്ടി പഠിപ്പിക്കുന്നത്. അവരുടെ ട്രെയിനിങ്ങിൻ്റെ ആ കാശും ജനത്തിൻ്റെ കാശാന്ന് നോക്കാതെ ആ കാശിനകത്ത് അവിടെ എന്താണ് പണത്തിൻ്റെ ഇടയിൽ എല്ലിൻ്റെ കൊഴുപ്പ് കയറിയിട്ട് വന്ന ഒരു അഹങ്കാരി ഒരു പെണ്ണ് എന്ന് മാത്രം എന്താണ് 6 വർഷം മുമ്പ് സിവിൽ സർവീസ് അക്കാഡമി വെച്ച് കണ്ടപ്പം എനിക്ക് അത് മാത്രമേ മധുശ്രീയെക്കുറിച്ച് ആദ്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതൊന്നും അല്ല മധുശ്രീ എന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലാവുന്നത്. മധുശ്രീക്ക് ഇച്ചിരി കൂട്ടുകെട്ടുകൾ വളരെ മോശമായിരുന്നു എന്ന് പിന്നെ വിചാരിച്ചെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തോട്ടേക്കായിരുന്നു മധുശ്രീ എന്ന് പറയുന്നത്. അവിടെ പാവപ്പെട്ട വീട്ടിലെ പെമ്പിള്ളാർക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായി. അതുകൂടാതെ ഇവർക്ക് കള്ള് കഞ്ചാവ് രാത്രിയുള്ള നിശാ പാർട്ടികളിനകത്ത് പന്ന കൂട്ടുകെട്ടുകളും മയക്കുമരുന്നും ലഹരിയും വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുത്തി
ഒരിക്കലും ഈ സർവീസിന് ഒരു ഉചിതമല്ല. അവളുടെ അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേ അകത്തുള്ള എന്താണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇതൊക്കെ കിട്ടി വന്ന പെമ്പിള്ളാർക്കെതിരെയും ഇവളുടെ ചൂഷണം ഇവളുടെ അഹങ്കാരം നീണ്ടപ്പോഴത്തേക്കും ഞാൻ അവൾക്ക് നേരെ അങ്ങ് കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റിന് ശേഷം അന്വേഷണമായി കാര്യങ്ങളായി എല്ലാം നോക്കിയപ്പോൾ തെളിവുകളൊക്കെ ഇവൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴത്തേക്കും ഇനി ആക്ഷൻ എടുക്കുമെന്ന് വന്നപ്പോഴത്തേക്കും മധുശ്രീ ഒരു കാര്യം ചെയ്തു. മധുശ്രീ അങ്ങ് എന്താണ് സിവിൽ സർവീസ് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോയി. മധുശ്രീ എന്താണ് സിവിൽ സർവീസ് വേണ്ടാന്ന് വെച്ചാൽ അത് എനിക്ക് ഒരു രീതിയിലുള്ള എന്താണ് ഒരു മനോസ്താപവും എനിക്ക് അതിനകത്ത് തോന്നിയിട്ടില്ല. പക്ഷേ അവളെപ്പോലത്തെ ഒരുത്തിയുടെ കയ്യിൽ നിന്ന് നാട് രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള സന്തോഷം മാത്രമേ എനിക്ക് തോന്നില്ല. അന്ന് മധുശ്രീ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു വെല്ലുവിളി വിളിച്ചിട്ടുണ്ടായിരുന്നു. 6 വർഷത്തിന് മുന്നേ വിളിച്ചതാണ്. അതായത് ഇനി നമ്മൾ കാണുമ്പം ഞാൻ നിനക്കിട്ടുള്ള പണി തിരിച്ച് തന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികാരം വീട്ടാൻ 6 വർഷത്തിന് ശേഷമുള്ള പ്രതികാരം വീട്ടാൻ അവളെ ഇരയായി തിരഞ്ഞെടുക്കുന്ന എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ആവാനൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും മോളെ അപ്പം നീയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ എന്നും കൂടെ അറിയുമ്പോഴത്തേക്കും ഈ പെണ്ണെന്താണ് കല്യാണം കഴിക്കാനായിട്ട് തുനിഞ്ഞങ്ങ് ഇറങ്ങത്തില്ലേ? ഇതുവരെ അറിഞ്ഞു കാണത്തില്ല അമ്മയെ. പക്ഷേ ഇപ്പം അവൾ അറിഞ്ഞു കാണും. അറിഞ്ഞു കണ്ട സ്ഥിതിക്കകത്ത് ഇനിയിപ്പോൾ അവൾ അമ്മ പറഞ്ഞ പോലെ തന്നെ എന്താണ് വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ഞാനല്ലേ, ആ പഴയ 6 വർഷത്തെ പ്രതികാരം തീർക്കാൻ അവൾ തുനിഞ്ഞു തന്നെ ഇറങ്ങും. അപ്പം മോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനമ്മേ? ഇത് കളത്തിനകത്ത് ഇനിയിപ്പം എന്താണ് ശാലിനി ഇറങ്ങും. ഈ കളിക്കകത്ത് എന്താണ് മധുശ്രീ ആണെങ്കിൽ മധുശ്രീ വേഴ്സസ് ശാലിനി ആയിരിക്കും ഇനിയുള്ള കളി എന്ന് പറയുന്നത്. ഇത്രയും കാലം ശാലിനി വേണ്ട വേണ്ട എന്ന് വെച്ചെങ്കിൽ ഈ 6 വർഷങ്ങളുടെ പക എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കിയിട്ട് അവൾ തീർക്കാനാണ് വിചാരിക്കുന്നെങ്കിൽ അതൊന്നും നടക്കാനായിട്ട് ശാലിനി വിടത്തില്ല. ശാലിനി ഈ കല്യാണം മുടക്കിയിരിക്കും. കളത്തിലുള്ള മധുശ്രീ ആണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങാൻ ശാലിനിയും തയ്യാറായിക്കൊള്ളു. ഇനിയിപ്പോൾ ശാലിനി വേഴ്സസ് മധുശ്രീ ആയിരിക്കും. എന്തായാലും എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ ഇനി ഒരു രക്തരാക്ഷസനോ പിശാചിനോ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ ചിലപ്പം വിട്ടുകൊടുത്താലും വേണ്ടിയില്ല എന്ന് വെച്ചെന്നിരിക്കും. പക്ഷേ ഇവളെപ്പോലത്തെ ഒരു ചെളിക്കൊണ്ടിലേക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ ഒരിക്കലും തള്ളി ഞാൻ വിടത്തില്ല. കാരണം എൻ്റെ സ്വത്താണ്, എനിക്ക് ആകപ്പാടെയുള്ള ഒറ്റൊരു സ്വത്താണ് എൻ്റെ വിഷ്ണുവേട്ടൻ. 6 വർഷങ്ങൾ കൊണ്ട് എന്താണ് ഇവളായിട്ട് കാര്യത്തിനകത്തൊക്കെ പകയുണ്ടെങ്കിലും അവളുടെ പക തീർക്കാനുള്ള ഇരയാകാൻ വേണ്ടി എൻ്റെ പാവപ്പെട്ട വിഷ്ണുവേട്ടൻ എന്നെ മാത്രം ആലോചിക്കുന്ന എൻ്റെ വിഷ്ണുവേട്ടനെ അങ്ങനെ ഇവക്കൊന്നും വിട്ട് കൊടുക്കത്തില്ല അമ്മേ. ഇത് ശാലിനി പറഞ്ഞ കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ശാലിനിയുടെ മനസ്സിൽ ആ വീറും വാശിയും വന്നത് കണ്ടിട്ട് തൻ്റെ ഭർത്താവിനെ തിരിച്ച് നേടണം എന്ന ഒരു വീറും വാശി ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി പറയുന്നുണ്ട്, അകന്ന് നിൽക്കുവാണെങ്കിലും എനിക്ക് ആകെ ഉള്ളൊരു സ്വത്താണടി എൻ്റെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ നോക്കി എന്താണ് മധുശ്രീയുടെ ഫോട്ടോ കൈ വെച്ച് നോക്കിയിട്ട് ശാരദാമ്മ അടുത്തിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അകന്ന് നിൽക്കുന്നെങ്കിൽ എനിക്ക് ആകെ ഉള്ളൊരു സ്വത്താടി എൻ്റെ വിഷ്ണുവേട്ടൻ. അത് ഞാൻ ഒരിക്കലും ചെളിക്കുണ്ടത്തിൽ എറിഞ്ഞ് കളയത്തില്ല. അതും പ്രത്യേകിച്ച് നിന്നെപ്പോലത്തെ ഒരുത്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ഞാൻ ഒരിക്കലും തരത്തില്ല. ശാലിനി മറ്റാർക്കാണെങ്കിലും എന്താണ് പിന്നെയും സഹിച്ച് വിട്ടുകൊടുത്തുന്നിരിക്കും വിഷ്ണുവേട്ടൻ. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തിയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ വിഷ്ണുവേട്ടനെ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറാവത്തില്ലടി എന്ന് പറയുമ്പോഴത്തേക്ക് ശാലിനി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാടി. നഷ്ടപ്പെട്ടതും വേണ്ടാന്ന് വെച്ചതൊന്നും തിരിച്ചു നേടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്ന് സ്വന്തമായി നിന്നത് ഇപ്പോഴും സ്വന്തമായിരിക്കുന്നത് അത് നിന്നെപ്പോലത്തെ ഒരു തേർഡ് റൈറ്റിൻ്റെ കയ്യിലേക്ക് എടുത്ത് തരാനായിട്ട് വിട്ടു തരാൻ ശാലിനി ഒരിക്കലും നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ വലിച്ച് ടേബിളിലേക്ക് എറിയാവുന്നത്. ഇത് കണ്ട് ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ശാരദാമ്മ അതൊക്കെ നോക്കി ഇന്ന് രസിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് എന്താണ് ഇവിടെ വിഷ്ണുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. വിഷ്ണുവിൻ്റെ വീടിനകത്ത് വിഷ്ണു ആണെങ്കിൽ എന്താണ് രാത്രിയായി കഴിഞ്ഞു. ശാലിനിയുടെ എന്താണ് കൊലുസും കൈ വെച്ച് ശാലിനിയെ കുറിച്ച് താൻ എവിടാടോ, എനിക്കൊരു ഒന്നും പറ്റത്തില്ലടോ, താൻ വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നാളെ എൻ്റെ കല്യാണം ആലോചിക്കുവാണ്, നാളെ എനിക്ക് പെണ്ണ് കാണാൻ വരുവാണ്, താനല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ കാണാൻ പാടില്ലല്ലോടോ എന്നൊക്കെ വിഷ്ണു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശാലിനി എന്താണ് രാത്രി ഈ നടന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എന്താണ് മധുശ്രീയെ കണ്ടുമുട്ടിയത്, മധുശ്രീയുടെ ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ശാരദാമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കല്യാണത്തിൻ്റെയൊക്കെ തീയതിയൊക്കെ മുന്നേ അറിയിക്കുവാന്നെങ്കിലേ അതിന് മുന്നേ ഇവിടെ ഒരു പൊടി കൊച്ചുണ്ട്, തൻ്റെ അച്ഛൻ എന്താണ് വിദേശത്ത് നിന്ന് വരുന്നതും കാത്ത് ആ കൊച്ചിന് ഇച്ചിരി വിഷം കലക്കി കൊടുത്തേക്കട മോളെ എന്ന് പറഞ്ഞതും കാര്യങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എൻ്റെ വിഷ്ണുവേട്ടൻ എൻ്റെതാണ്, ഞാൻ ഒരിക്കലും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ ഞാനല്ലാത്ത മറ്റൊരു പെണ്ണ് കാണത്തില്ല എന്ന് ശാലിനി ദൃഢനിശ്ചയത്തിനകത്ത്. അന്നേരമൊക്കെ ശാലിനി ഭയങ്കര വാശി ദേഷ്യം കണ്ണുകളൊക്കെ അങ്ങ് ദേഷ്യം കൊണ്ടുള്ള തിളക്കം ദൃഢനിശ്ചയത്തിൻ്റെ തിളക്കം കൊണ്ട് ശാലിനി അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനിയാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ശാലിനിക്ക് ശ്യാമയുടെ കോൾ വരുന്നുണ്ട്, കുഞ്ഞേച്ചി നാളെ 10:30ക്കും 11നും വിഷ്ണുവേട്ടൻ്റെ പെണ്ണ് കാണാൻ അവർ വരുമോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും അത്രയും നേരം അങ്ങ് ബോൾഡായി നിന്ന് ശാലിനി അങ്ങ് ഉരുകി അങ്ങ് പോവുകയാണ്. ശാലിനിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തുളുമ്പാതെ നിൽക്കാൻ ശാലിനിക്ക് പറ്റില്ല, കണ്ണീരങ്ങ് തുളുമ്പി വീഴുവാണ്. ശാലിനി ആ ഫോൺ പിന്നെ ചെവി വെക്കാതെ അങ്ങ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്
എന്ത് പറയണമെന്ന് ആലോചിച്ച് തികച്ച് നിന്നിട്ട് വീണ്ടും ചെവി വെച്ച് കേൾക്കുവാണ്. ഞാൻ വരുന്നുണ്ട് മോളെ നാളെ. ചേച്ചി എന്തോ കുഞ്ഞേച്ചി എന്തോ പറഞ്ഞത്? ഞാൻ നാളെ വരും, ഇത് നടക്കത്തില്ല, ഞാനിത് മുടക്കിയിരിക്കും എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ഒരു തീരുമാനം കുഞ്ഞേച്ചി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കാത്തുനിന്നത്. ഇതിപ്പം കുഞ്ഞേച്ചി പറഞ്ഞിരിക്കുവാണ് നാളെ എന്തായാലും കുഞ്ഞേച്ചി ആ കല്യാണത്തിന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പേ കുഞ്ഞേച്ചി ഇവിടെ എത്തിയിരിക്കുന്നു പറയുമ്പോഴത്തേക്കും അത് തന്നെ ശ്യാമയ്ക്ക് ഇതായിട്ട് സന്തോഷമാണ്. പക്ഷേ ഇത് പറയുന്നെങ്കിൽ ശാലിനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ഇത് കഴിഞ്ഞിട്ട് ശ്യാമ ഫോൺ കട്ട് ചെയ്യുന്ന കുഞ്ഞേച്ചി ഞാൻ ഫോൺ വെക്കുവാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഫോൺ ശ്യാമ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും ശാലിനി ഫോണും കൈയും പിടിച്ചുകൊണ്ട് എന്താണ് വിഷ്ണുവിൻ്റെ മാല ഉണ്ടല്ലോ അന്ന് നഷ്ടപ്പെട്ട് മീൻസ് വിഷ്ണു തറയിട്ടിട്ട് പോയ മാല, ആ പുലിപ്പല്ലിൻ്റെ മാല എടുത്ത് കൈ വെച്ചിട്ട് ശാലിനി എന്താണ് വിഷ്ണുവിനെ ആലോചിക്കുകയാണ്. അതായത് വിഷ്ണു അന്നത്തെ ദിവസം അതായത് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വന്ന ദിവസം തിരിച്ച് ഓട്ടോയിലേക്ക് ശാലിനി എന്താണ് ആരെയും കാണാൻ തിരിച്ച് പോകുന്ന സമയത്തിനകത്ത് ശാലിനി എന്താണ് ആ ഓട്ടോയുടെ പിറകെ വന്ന് ഓടി എന്താണ് മുട്ടുകുത്തി അന്ന് അവിടെ നിന്നത്. ശാലിനിയെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴും ശാലിനിയുടെ പിറകെ ഒരു ഭ്രാന്തനെ പോലെ എന്താണ് തിരിച്ച് ഓടി വന്ന് ശാലിനി എന്ന് വിളിച്ച് വന്ന് അവിടെ റോഡിൽ മുട്ടുകുത്തി നിന്ന വിഷ്ണുവിൻ്റെ കണ്ണീരുകൾ, കരച്ചിൽ, അവർ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ, ഇതെല്ലാം തന്നെ ശാലിനി ആലോചിക്കുവാണ്. എൻ്റെ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താണ് ശാലിനി ഇവിടെ ആലോചിക്കുമ്പോൾ അതേ സമയത്ത് ശാലിനിയെക്കുറിച്ച് എന്താണ് വിഷ്ണു ശാലിനിയുടെ കൊലുസ് വെച്ച് ആലോചിക്കണം. ശാലിനി കാല് നീട്ടിയിരിക്കുമ്പോൾ ശാലിനിയുടെ കാലിൽ ആ കൊലുസിൻ്റെ ഭംഗിയും ശാലിനിക്ക് വേണ്ടിയിട്ട് ആ മാല ഊരി കൊടുത്തതും എന്താണ് ശാലിനി അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് എന്താണ് ശാലിനിയെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു നിമിഷവും, പിന്നെ ശാലിനിയുടെ പിറകെ ഓടിയതും ശാലിനി എന്താണ് കളക്ടറായിട്ട് വന്നിട്ടും ശാലിനി പിടി കൊടുക്കാതെ പോയ നിമിഷവും ഇതെല്ലാം ആലോചിക്കുന്നു. പിന്നെ അതുകൂടാതെ ശാലിനി ഗർഭിണിയായിരുന്നപ്പം ശാലിനി ഗർഭിണിയാണെന്ന് അറിയാതെ നിന്ന നിമിഷങ്ങളുണ്ടല്ലോ. അന്നേരം ശാരദാമ്മയുടെ ആ ഒരു എന്താണ് ഹോട്ടലിൽ പോയിട്ട് അതിൻ്റെ ആ ജനലിൻ്റെ ഇടയുണ്ടല്ലോ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ശാലിനിയുടെ കൈകളിലേക്ക് കൈ പിടിച്ച നിമിഷം, ഇതെല്ലാം ആലോചിച്ചെന്താണ് വിഷ്ണു കരയുവാണ്. വിഷ്ണുവിൻ്റെ കണ്ണീര് വരും. എടോ ഞാൻ എന്ത് ചെയ്യണോടോ, താൻ ഇനി വന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ കേൾക്കുന്ന പറയും താൻ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് പൂർത്തിയാക്കുമോ നമുക്ക് തോന്നും. ഉടനെ താൻ വരുത്തില്ലേടോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ ഒക്കെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ടും അതുപോലെ തന്നെ എന്താണ് ഭയങ്കര സങ്കടം നിറഞ്ഞ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കരച്ചിലും കാര്യങ്ങളും വിഷ്ണു പിറകെ ഓടി വന്നതും എല്ലാം ശാലിനിയുടെ മനസ്സിലാക്കുമോ. വിഷ്ണു ഏട്ടൻ്റെ ജീവിതത്തിൽ ഉള്ള ഏക പെണ്ണി ശാലിനിയായിരിക്കും. വിഷ്ണു ഏട്ടാ ശാലിനി താൻ വരുത്തില്ലേടോ എന്ന് വിഷ്ണു അവിടെ പറയുന്നതും ഇവിടെ ശാലിനി എന്താണ് ഇപ്പുറത്ത് ശാരദാമ്മയുടെ വീട്ടിൽ ഉത്തരം പറഞ്ഞുണ്ട്. ഞാൻ വരും വിഷ്ണു ഏട്ടാ, ഞാൻ വന്നിരിക്കും, ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും എന്ന് ശാലിനി എന്താണ് പറയുന്നതും ആ രണ്ട് പേരെയും സംസാരവും മനസ്സും എത്ര അകലെയാണെങ്കിലും അത് ഒരേപോലെ സിങ്കായി പോകുന്ന ഒരു വൈബും അവരുടെ സങ്കടവും അവരുടെ വിഷമവും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ആ മാലയിലും കൊലുസിലേക്കും തമ്മിൽ പരസ്പരം നോക്കിയിരിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ കണ്ണേ കനേ ഉന്നൈ കൈവിട മാട്ടേൻ ആ പാട്ട് എന്താണ് അതൊക്കെ പ്ലേ ചെയ്ത് അവരുടെ സങ്കടം കൊണ്ട് അവരിയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ശാലിനി നെഞ്ചോട് ചേർത്ത് ആ മാല അടക്കി പിടിക്കുന്നു. വിഷ്ണു അതുപോലെ എന്താണ് നെഞ്ചോട് ചേർത്ത് ആ കൊലുസിനെ അടക്കി പിടിക്കുന്നു. പിന്നെ നേരം പുലർന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ശാലിനി ആണെങ്കിൽ ഒരുങ്ങി എന്താണ് കാറിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി എങ്ങോട്ടേക്ക് പോകുന്നത് നമുക്കറിയാം. ശാലിനിയുടെ മുഖം മൊത്തം ഭയങ്കര ടെൻഷനകത്തിരിക്കുകയാണ്. ശാലിനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ അടുത്താണെങ്കിൽ സത്യാമ്മ റൂമിൽ കയറി വന്നിട്ട് പറയുകയാണ് വിഷ്ണു ഇങ്ങോട്ടേക്ക് ടെൻഷൻ ആയിക്കൊണ്ട് നഖവും കൈയും ഒക്കെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നടക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ സത്യാമ്മ എന്ന് പറയുന്നത് വിഷ്ണു നിനക്ക് ഇതുവരെ റെഡി ആവാറായില്ലേ, നീ റെഡിയായെങ്കിൽ വേഗം റെഡിയായി താഴെ ഇറങ്ങി വാ, ഇപ്പോഴത്തേക്കും പെണ്ണ് കാണാൻ വേണ്ടി മധുശ്രീയുടെ വീട്ടുകാർ വരും എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള ദേഷ്യത്തിനകത്ത് വിഷ്ണു അവിടെ നിൽക്കുന്നത് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ അടക്കി പിടിച്ച് എടോ ശാലിനി താൻ എവിടാടോ എന്നാലോചിച്ച് എന്താണ് വിഷ്ണു നേരെ കട്ടിലിരിക്കുന്ന ആ ഒരു നിമിഷവും ഇവിടെ ശാലിനിയുടെ മുഖം നോക്കുമ്പോൾ അനുപല്ലവിക്ക് മനസ്സിലാവും മാഡം എന്തോ ഭയങ്കര ടെൻഷനകത്ത് നോക്കി ശാലിനി അനുപല്ലവി നോക്കി നിൽക്കുന്നതാണ് ഇന്ന് സീരിയലിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ കുടുംബശ്രീ ഷാദ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുമോ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. താങ്ക്